നമ്മളിനി പോകുന്നത് റബ്ബർ പോലെ വലിഞ്ഞാൽ വലിയുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോട്ടയത്തേക്ക് അല്ലേ? കോട്ടയത്തേക്ക് അക്ഷരനഗരിയിലേക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പിനെത്തുന്ന പടക്കുതിരകൾ ആരൊക്കെയാണ്? അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ തവണത്തെ ഫലമൊന്ന് പരിശോധിച്ചിട്ട് വരാം. കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ എങ്ങനെയാണ് വിജയിച്ചു പോയത് എന്ന് നോക്കൂ. വലിയ കണക്കുകളുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ അന്ന് UDF-ന്റെ പക്ഷത്തായിരുന്ന തോമസ് ചാഴികാടൻ VN വാസവനെ LDF-ന്റെ സ്ഥാനത്തുള്ള വാസവനെ പരാജയപ്പെടുത്തുന്നത് 1,00,000-ലേറെ വോട്ടുകൾക്കാണ്. 46.25% കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ തോമസ് ചാഴികാടൻ നേടുന്നത്. LDF സ്ഥാനാർത്ഥി VN വാസവൻ നേടുന്നതാവട്ടെ 34.58%. ഏകദേശം 12% വ്യത്യാസമുണ്ട്. കേരള കോൺഗ്രസ് നേടുന്നത് 17% അവിടെ NDA-യുടെ ഭാഗത്ത് നിന്നുകൊണ്ട്. നോക്കൂ, ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ഡീറ്റെയിൽസിലേക്ക് വന്നാൽ ഇത്തവണയുണ്ടായ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ UDF സ്ഥാനത്തുണ്ടായിരുന്ന തോമസ് ചാഴികാടൻ ഇത്തവണ LDF-ലേക്ക് എത്തുന്നു എന്നതാണ്. അപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ഇനി തോമസ് ചാഴികാടൻ എത്തുക. അപ്പോൾ UDF-ന് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. നിലവിൽ UDF-ന്റെ സീറ്റ് വിഭജനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ജോസഫിനാണ്. അപ്പോൾ ജോസഫിന്റെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം. കേരള കോൺഗ്രസ് ജോസഫ് വേഴ്സസ് കേരള കോൺഗ്രസ് മാണി അല്ലേ? LDF-ൽ തോമസ് ചാഴികാടൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞതാണ്. പക്ഷേ UDF-ൽ അങ്ങനെയല്ല. UDF-ൽ ഒരു സീറ്റ്, ഒന്നിലധികം അവകാശികൾ. ഫ്രാൻസിസ് ജോർജിലേക്ക് ചുരുങ്ങാനുള്ള ഒരു സാധ്യത തെളിയുമ്പോഴും ഉറപ്പിക്കാറായോ? നമുക്ക് ജോസഫിന്റെ മകന്റെ പേര് ഇടയ്ക്ക് കേട്ടിരുന്നു, അബു ജോസഫിന്റെ പേര് കേട്ടിരുന്നു. പക്ഷേ അബു തൊടുപുഴയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ, അങ്ങനെ അത് ഒത്തുതീർന്നെന്നും ഫ്രാൻസിസ് ജോർജ് നമ്മുടെ KM മാണിയുടെ മരുമകന്റെ പേര് പറയുന്ന കേൾക്കുന്നു. ജോസഫ് വിഭാഗത്തിൽ മത്സരിക്കാൻ സാധ്യത. ബോൺസ് ജോസഫിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ബോൺസ് ജോസഫിനേക്കാൾ ഫ്രാൻസിസ് ജോർജിന് വലിയ രീതിയിലുള്ള പിന്തുണ കേരള കോൺഗ്രസ് ജോസഫിലെ ഒരു വിഭാഗത്തിലുണ്ട്. കാരണം ഈ ജോസഫിന് താല്പര്യം ബോൺസ് ജോസഫിനെ ആണെങ്കിലും ജോസഫിന്റെ പാർട്ടിയിൽപ്പെട്ട പലരും ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF-ലേക്ക് വന്നാൽ തോമസ് ചാഴികാടനാണ്. ND-യിലേക്ക് വന്നാൽ അത് BDJS-ന്റെ സീറ്റാണ്. അതെ, BDJS-ൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നുള്ളതാണ് ഏറെക്കുറെ ഇപ്പോൾ ധാരണയായിരിക്കും. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കി അല്ലെങ്കിൽ കോട്ടയം എന്നീ രണ്ടിടത്തും കേൾക്കുന്നുണ്ട്. തനിക്ക് കോട്ടയം താല്പര്യമില്ല എന്ന് തുഷാർ പറഞ്ഞതായും കേൾക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കിയാണ് താല്പര്യം അദ്ദേഹത്തിന്. ഇടുക്കിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ഇടുക്കി ഗോൾഡ് ആയി മാറാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പ്രശാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് തോട്ടങ്കൽ. പ്രശാന്ത്, കോട്ടയത്ത് ഇത്തവണ സാധ്യതകൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ UDF ക്യാമ്പിൽ നിന്നുകൊണ്ട് നേടിയ 4,21,046 46.25% വോട്ടുകൾ നേടുമ്പോൾ തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അവിടെ UDF-ന്. ഇക്കുറി 2020-ൽ പാളയം മാറുന്നു. ഇക്കുറി LDF-ൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ വോട്ട് ഷിഫ്റ്റ് അത് ഏത് തരത്തിലായിരിക്കും? കാരണം പുതുപ്പള്ളിയിലൊക്കെ കേരള കോൺഗ്രസിന് M-ന്റെ വോട്ട് അതേപടി LDF-ന് വീണില്ല എന്നുള്ളത് ജയിക്കിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരും? തോമസ് ചാഴികാടനെ നേരിടാൻ ആരെയായിരിക്കും കളത്തിലിറക്കും? സുജയ, മീനച്ചിലാർ പോലെയാണ് ഇപ്പോൾ കോട്ടയത്തിന്റെ രാഷ്ട്രീയം എന്ന് വേണം പറയാൻ. ഇളകി മറിയുകയാണ്. പ്രത്യേകിച്ച് ഈ 1952-ൽ രൂപപ്പെട്ട കോട്ടയം മണ്ഡലം 12 തവണ UDF-നെ ഭരിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളായി എത്തിയവരെ യുവാക്കളെയും സ്വീകരിച്ചിട്ടുള്ള മണ്ഡലമാണ്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയും സുരേഷ് കുറുപ്പുമെല്ലാം ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. പിന്നീട് 2009-ൽ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം മാറുന്നു. ആ സ്വഭാവം മാറുമ്പോൾ ചങ്ങനാശ്ശേരി മാവേലിക്കരയിലേക്ക് പോകുന്നു. പിറവവും പാലയും കോട്ടയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു. പിന്നീടാണ് 2014 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി 1.25 ലക്ഷത്തിലധികം വോട്ടിൽ ജയിക്കുന്നത്. പിന്നീട് 2019-ലേക്ക് വരുമ്പോഴാണ് ചാഴികാടൻ 1,06,000 വോട്ടുകൾക്ക് ജയിക്കുന്നത്. എന്തായാലും ജോസ് പക്ഷം ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ UDF-ന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെട്ടിരുന്ന കോട്ടയത്തിന്റെ രാഷ്ട്രീയ സ്ഥിതികൾ മാറി മറിയുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുപക്ഷത്തോട് ചായുന്ന ചില സ്വഭാവങ്ങൾ കൂടി കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പ്രളയകാലത്ത് കലങ്ങി ഒഴുകിയ മീനച്ചിലാറിന്റെ അടിത്തട്ട് പോലെയാണ് ഇന്ന് കോട്ടയത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഇവിടെ ഇടതു സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടൻ രംഗപ്രവേശം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇടത് ക്യാമ്പിൽ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ചാഴിക്കാടൻ വലിയ തരത്തിൽ MP ഫണ്ട് ചെലവഴിച്ചുകൊണ്ടും മണ്ഡലത്തിൽ വികസനം സാധ്യമാക്കിയെന്നടക്കമുള്ള പ്രചരണമാണ് LDF ക്യാമ്പുകൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും UDF-നെ സംബന്ധിച്ച് തങ്ങളുടെ പക്കൽ നിന്ന് വോട്ടുകൾ വാങ്ങുകയും പിന്നീട് മറുപക്ഷത്തേക്ക് പോവുകയും ചെയ്ത ചാഴിക്കാടനെ പ്രധാനപ്പെട്ട നിർണായക വോട്ട് ബാങ്കാണ്. 10 രൂപയെ താങ്ങുവില കൂട്ടിയിട്ടുള്ളൂ, മറക്കരുത്. ആ 10 രൂപ
കൂട്ടിയതിനെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും തോമസ് ആഴിക്കാടനും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കർഷകർ സ്വാഗതം ചെയ്യുമോ? കർഷകർ സ്വാഗതം ചെയ്യുമോ? അങ്ങനെ സ്വാഗതം ചെയ്തതിന്റെ ഗുണമാർക്ക് കിട്ടുമെന്നതാണ്. 3 തവണയാണ് രമേശ് ചെന്നിത്തല കോട്ടയത്തെ പ്രതിനിധീകരിച്ചത്. അത്രയും തന്നെ തവണ സുരേഷ് കുറുപ്പും പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല പിന്നീട് കോൺഗ്രസിലേക്ക് വളർന്നു പോകുന്നതും കോട്ടയത്ത് നിന്നാണ്. കോട്ടയമാണ് താരാട്ടുപാടി രമേശ് ചെന്നിത്തലയെ വളർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ കോട്ടയത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ആഴിക്കാടൻ ഇത്തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയാവുന്നു. നേരിടാനായി മറ്റൊരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തുന്നു എന്നതാണ് പ്രത്യേകത.